ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്? ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാറ്റിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മാസ്റ്റർ ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതായത് ക്രിയേറ്റ്, ഓൾട്ടർ, ഇതെല്ലാം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കാണാൻ പറ്റും. എല്ലാ വീഡിയോസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞിട്ട് കാണാൻ പറ്റും. മാസ്റ്റേഴ്സിൻ്റെ അടിയിൽ ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കതിന് മുമ്പ് എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉള്ളത് നോക്കാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സിനെല്ലാം നമുക്ക് ചാർട്ടുകളായിട്ട് നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും കൂടിയുള്ള ഒരു ഇൻഡെക്സ് ആണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ. അപ്പം നമുക്കറിയാലോ, ഒരു അക്കൗണ്ട്സ് പറഞ്ഞാൽ അത് 5 ഹെഡുകളിലായിട്ടാണ് അറിയപ്പെടുക. ഏതൊക്കെയാണ് അത്? എക്സ്പെൻസ്, അസറ്റ്, ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾക്ക് തരം തിരിച്ചിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ ഫസ്റ്റ് നമ്മൾക്ക് ഗ്രൂപ്പ്സ് എടുത്ത് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ടാലിയിലുള്ള എല്ലാ ഗ്രൂപ്പുകളും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ കാണിക്കും. ഇപ്പോൾ ബ്രാഞ്ച് ഓർ ഡിവിഷൻസ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, റിസർവ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്. കറണ്ട് അസറ്റ്സ് ഉള്ള ഗ്രൂപ്പിൽ എന്തൊക്കെ ലെഡ്ജറുകളാണ് ഉള്ളത് അതെല്ലാം കാണിക്കും. അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, പ്രൊവിഷൻസ്, സൺട്രി, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ എല്ലാറ്റിനെയും ഇങ്ങനെ നമ്മൾക്ക് ഇൻഡെക്സുകളായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് റൈറ്റിൽ ഒരു കീ ഉണ്ട്. ഇവിടെ അതർ മാസ്റ്റേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് അതർ മാസ്റ്റേഴ്സ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യം വന്ന സ്ക്രീനിലേക്ക് തന്നെ ഇവിടെ പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എടുത്തിട്ടുള്ള സ്ക്രീനിലേക്ക് തന്നെ നമുക്ക് പോകും. നെക്സ്റ്റ് നമുക്ക് ലെഡ്ജേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ലെഡ്ജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ലെഡ്ജറുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. ഇപ്പോൾ കറണ്ട് അസറ്റ്സ് ഉള്ള ഗ്രൂപ്പാണ്. ഇപ്പോൾ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് ലെഡ്ജേഴ്സ് കാണിക്കുക. അതിൽ ബാങ്ക് ഉണ്ട്, SIB ബാങ്ക് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഡിപ്പോസിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ സൺട്രി ഡെറ്റേഴ്സ് ആണെന്നത് കാണിക്കും. ഇപ്പോൾ ദയ എൻ്റർപ്രൈസസ് ഉണ്ട്, അതേപോലെ തന്നെ സൂര്യ ഡീലർ ഉണ്ട്, ഇപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ പ്രീപെയ്ഡ് റെൻ്റ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് റൈറ്റിൽ ഇവിടെ കുറച്ച് കീകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ലെഡ്ജർ വ്യൂ ആയിട്ടാണ് കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, ലെഡ്ജറുകളായിട്ട് നമുക്ക് ഗ്രൂപ്പിനെ കാണാൻ. അപ്പോൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലെഡ്ജർ വ്യൂ കാണണമെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഓഡിറ്റ് ഫീ എന്ന് പറയുന്നതുണ്ട്, അതേപോലെ തന്നെ അതിലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്, നമുക്ക് റെഗുലർ, അതിൽ GST നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ GST നമ്പർ, ഇങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ടാലി പ്രൈമിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ടാലി ERPയിൽ നമുക്ക് ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കിട്ടുക ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ഉള്ളൊരു ഹെഡിലായിരുന്നു. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് തന്നെ കാണണം. ഇങ്ങനെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കിട്ടില്ല. ഇതിലിപ്പോൾ നമുക്ക് ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ലെഡ്ജർ വ്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഹെഡും കാണിക്കും, അതിൻ്റെ അണ്ടറും കാണിക്കും, അതിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ GST നമ്പർ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ ഇത് ടാലി പ്രൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റിലൊരു ഓപ്ഷൻ കാണും.
അപ്പോൾ നമുക്ക് ഇവിടെ ചേഞ്ച് വ്യൂ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ചേഞ്ച് വ്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും. ഇനിയിപ്പോൾ ഗ്രൂപ്പ് വ്യൂ ആയിട്ടാണ് കാണിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് വ്യൂ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വ്യൂ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൻ്റെ അവിടേക്ക് പോകും. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൊവിഷൻസ് ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉള്ള സ്ക്രീനിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ റൈറ്റിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കീ കാണിക്കും, അതർ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെ വെച്ചിട്ട് അതർ മാസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ടുള്ള ഈ സ്ക്രീനിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അടുത്തതാണ് വൗച്ചർ ടൈപ്സ്. എന്തെല്ലാം വൗച്ചർ ടൈപ്പുകളുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ വൗച്ചർ ടൈപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും അറ്റൻഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ കോൺട്ര ഉണ്ട്, ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, ഡെബിറ്റ് നോട്ട് ഉണ്ട്, ഡെലിവറി നോട്ട് ഉണ്ട്. അപ്പോൾ എല്ലാ വൗച്ചർ ടൈപ്പുകളും നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റൈറ്റിൽ ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതർ മാസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള വീണ്ടും നമുക്ക് പഴയ സ്ക്രീനിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ കറൻസീസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫേമിൽ നമുക്ക് മൾട്ടിപ്പിൾ കറൻസികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് റുപ്പീസ് ഉള്ളത് ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് വാങ്ങുക വിൽക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കറൻസിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മൾട്ടി കറൻസി എന്ന് പറഞ്ഞിട്ട്. ടാലിയിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് കറൻസികൾ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ ഫിനാൻസ് പറഞ്ഞൊരു ബഡ്ജറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബഡ്ജറ്റിൻ്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനാരിയോ എന്നുള്ളത് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ 3 സെക്ഷനായിട്ടാണ് ഉണ്ടായിരിക്കുക. അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻവെൻ്ററി മാസ്റ്റേഴ്സും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ കുറേ എണ്ണം ഇവിടെ ഇനാക്റ്റീവായിട്ട് കിടക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഷോ ഇനാക്റ്റീവ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേറോൾ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ വേറെ ഒരു ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേറോൾ മാസ്റ്റേഴ്സ് ഇവിടെ വരും. അപ്പോൾ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെൻ്ററി മാസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പേറോൾ മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻവെൻ്ററി പറഞ്ഞാലും ഇതേപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് ഗ്രൂപ്പാണ്. നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഏതൊക്കെ സ്റ്റോക്ക് ഗ്രൂപ്പുകളാണുള്ളത് അതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിലും ഇതേപോലെ തന്നെ നമ്മൾക്ക് അതർ മാസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ഉണ്ട്. ഇതിലും ഇതേപോലെ തന്നെ അതർ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ടുള്ള സ്ക്രീനിലേക്ക് തന്നെ പോകും. നെക്സ്റ്റ് പറഞ്ഞ സ്റ്റോക്ക് ഐറ്റം ആണ്. നമ്മൾ എന്തെല്ലാം ഐറ്റംസ് ചെയ്തിട്ടുണ്ടോ ആ ഐറ്റംസിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ടും നമുക്ക് കിട്ടും. ഇപ്പോൾ ഷവർ ഹെഡ് എന്നുള്ള ഗ്രൂപ്പാണുള്ളത്, അതിൽ എന്തെല്ലാം ഐറ്റംസ് ആണോ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഐറ്റം വ്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐറ്റത്തിനെ നമ്മൾക്ക് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഇപ്പോൾ ഇവിടെ ഓരോ ഐറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ സെറാ ഫുൾ പെഡസ്റ്റൽ വാൾഹങ് വാഷ് ബേസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടർ ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വാഷ് ബേസിനാണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, അതിൻ്റെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് കാണിക്കും, അതേപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഐറ്റത്തിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഐറ്റം വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐറ്റവും കാണിക്കും, അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ള റിപ്പോർട്ടും നമുക്ക് കാണിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് വീണ്ടും അതർ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് നമുക്ക് പോകും. അതേപോലെ തന്നെ സ്റ്റോക്ക് കാറ്റഗറി, നമ്മൾ എന്തെല്ലാം കാറ്റഗറികൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതിവിടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാറ്റഗറിയൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ടൈൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സാനിറ്ററി വെയേഴ്സ്, ഇതെല്ലാം കാറ്റഗറി വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ കിട്ടും. നെക്സ്റ്റ് പറഞ്ഞെങ്കിൽ യൂണിറ്റ്സ് ആണ്. എന്തെല്ലാം യൂണിറ്റ്സുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബോക്സ് ഉണ്ട്, പീസ് ഉണ്ട്, സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗോഡോൺ എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതിനെ പറയുന്നതാണ് ഗോഡോൺ. അപ്പോൾ ഗോഡോൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫാക്ടറി, മെയിൻ ലൊക്കേഷൻ, ഓഫീസ്. മെയിൻ ലൊക്കേഷൻ പറഞ്ഞാൽ ടാലിയിൽ ഓൾറെഡി ഉള്ളൊരു ഗോഡോൺ ആണ് കേട്ടോ. ഇത് രണ്ടുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗോഡോൺ ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ്
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിവിടെ കുറച്ച് ഇനാക്റ്റീവായിട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഷോ ഇനാക്റ്റീവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേറോൾ മാസ്റ്റേഴ്സും കൂടി വരും. ഇപ്പോൾ അതെല്ലാം ഇവിടെ എനേബിൾ ആയിട്ടല്ല കിടക്കണത്. അപ്പോൾ നമുക്കിപ്പോൾ അത് എനേബിൾ ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഇനാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കിത് ആക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ ചില ഫീച്ചേഴ്സ് എസ് കൊടുത്താൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. എന്നാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ആക്റ്റീവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും യു നീഡ് ടു എനേബിൾ ദ പേറോൾ ഫീച്ചേഴ്സ് ഇൻ യുവർ കമ്പനി. നമുക്ക് ഇവിടെ എസ് എന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാറ്റഗറികൾ എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ആക്റ്റീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാതും നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ട് കാണിക്കും. ഇപ്പോൾ ഇവിടെ എംപ്ലോയി ഗ്രൂപ്പ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എംപ്ലോയി ഗ്രൂപ്പ്സ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് എംപ്ലോയിയുടെ ഗ്രൂപ്പുകൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എംപ്ലോയീസും നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ടാവും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നെയിം ഓഫ് എംപ്ലോയിയുടെ പേരുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രമാണ് നമ്മളവിടെ ആക്റ്റീവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആകും. ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ഓൾട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മാസ്റ്റേഴ്സിലുള്ള 2 ഫീച്ചേഴ്സും കൂടി ഉണ്ട്. എന്നാൽ മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിൽ എടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ സ്ക്രീനുകൾ തന്നെയാണ് കിട്ടുക. പക്ഷേ എന്താ വ്യത്യാസം വെച്ചാൽ നമുക്ക് ലെഡ്ജറുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണാൻ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ക്രിയേറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൻ്റെ അടിയിൽ ഗ്രൂപ്പ് ഉണ്ട്, ലെഡ്ജർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രൂപ്പായിട്ട് കൊടുക്കാം. അല്ല നമുക്ക് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ ലെഡ്ജർ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ലെഡ്ജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ലെഡ്ജറിൻ്റെ പേര് കൊടുക്കാം. നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു പേര് കൊടുത്തു. ഇപ്പോൾ ഹരി എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു. അണ്ടർ സൺഡറി ക്രെഡിറ്റർ ആണെന്ന് വിചാരിക്കുക. നമുക്കിവിടെ അണ്ടർ സൺഡറി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എടുത്തു. നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 2000 എന്നുള്ളത് കൊടുത്തു. നമുക്ക് ഇങ്ങനെയായിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് ആദ്യം വന്നിട്ടുള്ള സ്ക്രീനിലേക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളെ വീണ്ടും അതർ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ക്രീനിലേക്ക് തന്നെ നമുക്ക് പോകും. അപ്പോൾ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ക്രിയേറ്റ് എന്നുള്ളത് എടുക്കുന്നത്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഷോ മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ഷോ മോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പേറോൾ മാസ്റ്റേഴ്സിൻ്റെ അടിയിലെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇൻവെൻട്രി ഇവിടെ ഉണ്ട്, കറൻസി ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, സിനാരിയോ ഉണ്ട്, വൗച്ചർ ടൈപ്പ് ഉണ്ട്. അപ്പോൾ പുതുതായിട്ടൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രിയേറ്റിലേക്കാണ് പോകുക. അതേപോലെ തന്നെയാണ് ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ ഒരു സ്റ്റോക്ക് ഗ്രൂപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, യൂണിറ്റ്, ഗോഡൗൺ, അതേപോലെ തന്നെ പ്രൈസ് ലെവല്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലെവൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെയാണ് പേറോൾ മാസ്റ്റേഴ്സിൽ നമുക്കിപ്പോൾ എംപ്ലോയി ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എംപ്ലോയി ഗ്രൂപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയിയുടെ ഗ്രൂപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എംപ്ലോയി ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് എംപ്ലോയി അടിച്ചു കഴിഞ്ഞാൽ പർട്ടിക്കുലർ എംപ്ലോയിയുടെ പേര്. അപ്പോൾ ഇത് പേറോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പേറോളിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ഉണ്ട്, GSTയുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ പാൻ നമ്പറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ കാണുന്നത്. നെക്സ്റ്റ് അതിൻ്റെ അടിയിൽ ഓൾട്ടർ ഉണ്ട്. ഓൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓൾട്ടർ എടുത്തു കഴിഞ്ഞാലും ഇതേ സ്ക്രീനുകൾ തന്നെയാണ് വരിക. പക്ഷേ എന്താ വ്യത്യാസം വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഓഡിറ്റ് ഫീ എന്നുള്ള ലെഡ്ജർ എടുത്തു. ഇവിടെ നമുക്ക് എന്ത് മാറ്റം വേണമെന്നുണ്ടെങ്കിലും വരുത്താം. ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത് ഡയറക്റ്റ് എക്സ്പെൻസിനാണ് കൊടുത്തു വെച്ചാൽ നമുക്ക് ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കിയിട്ട് മാറ്റാം. അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മോർ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് മോർ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് എല്ലാം കാണാൻ പറ്റും. നെയിം ആൻഡ് അലിയാസ്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, നോട്ട്സ്, ബിൽ വൈസ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടിയുടെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ സ്റ്റോക്ക് ഐറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്ക് ഐറ്റം നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം നമുക്കിവിടെ ഓൾട്ടർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ പുതുതായിട്ട് നമുക്ക് ബാക്കിലേക്കാണ് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക് എന്ന് അടിച്ചാൽ മതി. അല്ല ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ സ്ക്രീനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്രിയേറ്റ് സെലക്ട് ചെയ്തെടുത്തിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സും അതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് അക്കൗണ്ട്സും. അപ്പോൾ ക്രിയേറ്റ്, ഓൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.